ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ സൈനിക മുൻ കമാൻഡർ ഇൻ ചീഫ് മൊഹ്സിൻ റെയ്സി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഒക്ടോബർ 7 ആക്രമണം നടന്ന 10 മാസങ്ങൾക്ക് ശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ വധിച്ചത് ഒരു വലിയ വിജയമായാണ് ഇസ്രയേൽ ആഘോഷിക്കുന്നത്. നഗരത്തിന്റെ വടക്കുഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലായിരുന്ന ഹനിയയും അംഗരക്ഷകനും പ്രാദേശിക സമയം പുലർച്ചെ 2 മണിക്കാണ് ഇറാനിന് പുറത്തുനിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിഷിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നുണ്ട്. വിദേശ നേതാവിനെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയത് അഭിമാന പ്രശ്നമായാണ് ഇറാൻ കാണുന്നത്. ഇറാൻ ആത്മീയ നേതാവും വിപ്ലവ ഗാർഡിലെ മുതിർന്ന കമാൻഡറും പങ്കെടുക്കുന്ന യോഗം നടക്കുകയാണ്. അപൂർവമായേ ഈ യോഗം വിളിച്ചു ചേർക്കാറുള്ളൂ. 2017 മുതൽ ഹമാസിന്റെ നയതന്ത്ര മുഖമായി മാറിയ വ്യക്തിയാണ് ഹനിയ. ഹമാസിന്റെ പ്രായോഗിക നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം വെടിനിർത്തൽ ചർച്ചകളിലെല്ലാം തന്നെ സജീവമായ പങ്ക് വഹിച്ചിരുന്നു. ഗാസയിൽ യുദ്ധം നടക്കുമ്പോഴും ഖത്തർ കേന്ദ്രമായി നടന്ന സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെയെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നതും ഹനിയയാണ്. ഹനിയയുടെ കൊലപാതകം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ കേന്ദ്രമായിരുന്ന ഗാസ മുനമ്പിൽ 1962 ജനുവരി 29 ഹനിയെ ജനിച്ചത്. അദ്ദേഹം ഷാത്തി അഭയാർത്ഥി ക്യാമ്പിലാണ് വളർന്നത്. പലസ്തീനികൾക്കായുള്ള UN പ്രധാന ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി നടത്തുന്ന സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നീട് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. 1983 ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസയിൽ അറബിക് സാഹിത്യം പഠിക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ മുൻഗാമിയായ ഇസ്ലാമിക് സ്റ്റുഡന്റ് ബ്ലോക്കുമായും റാഡിക്കൽ മുസ്ലിം ബ്രദർഹുഡുമായും ബന്ധപ്പെടുന്നത്. 1987 ഹനിയെ ബിരുദം നേടി. ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ ആദ്യത്തെ പലസ്തീനിയൻ പ്രക്ഷോഭമായ 1ാം ഇൻതിഫാദയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ ഇസ്രയേൽ സൈനിക കോടതി ജയിലിലടച്ചു. ജയിൽ മോചനശേഷം ഇസ്രയേൽ സൈന്യം ഹനിയയെയും ഹമാസിന്റെ മുതിർന്ന നേതാവ് അബ്ദുൽ അസീസ് റെൻതീസിയെയും ലബനാനിലേക്ക് നാടുകടത്തി. 1993 ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിലുള്ള ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിനു ശേഷമാണ് ഹനിയ വീണ്ടും ഗാസയിലേക്ക് മടങ്ങുന്നത്. 1997 ഹനിയ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഹമാസിന്റെ സഹസ്ഥാപകൻ അന്തരിച്ച ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ അടുത്ത വിശ്വസ്തനും സഹായിയുമായിരുന്നു ഹനിയെ. ഇത് തീവ്രവാദ ഗ്രൂപ്പിൽ അധികാരത്തിലെത്താൻ ഹനിയയെ സഹായിച്ചു. 2003 ഇരുവരും വധശ്രമത്തിന് ഇരയായിട്ടുണ്ട്. അടുത്ത വർഷം ഇസ്രയേൽ സൈന്യം യാസിനെ കൊലപ്പെടുത്തി. 3 വർഷത്തിന് ശേഷം 2006 ഹനിയ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. പലസ്തീന്റെ പ്രധാനമന്ത്രിയായി 2007 തീവ്രവാദി സംഘം ഗാസ മുനമ്പിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു. എന്നാൽ തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹനിയയെ പുറത്താക്കി. പിന്നീട് ഹമാസിന്റെ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പലസ്തീന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടാണ് ഹനിയ പ്രവർത്തിച്ചത്.